ഇന്നത്തെ സെക്ഷൻ നെഗറ്റീവ് കമന്റ്സിന് മാത്രം റിപ്ലൈ കൊടുക്കാനാണ്. എടി നീ പിന്നെ അടി അട്ടപ്പാടി ആണടി ഞാൻ നിനക്ക് എന്നാ അടി. എന്താണ് രേണുശ്രീ ചെയ്ത തെറ്റെന്താണ്? ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കുന്നതാണോ ഒരു തെറ്റ്? എന്താണ് അവൾ ചെയ്യേണ്ടത്? ഒരു മലയാളി എന്ന നിലയിൽ നിങ്ങൾ പറ, എന്താണ് അവർ ചെയ്യേണ്ടത്? ഒരു വെള്ളസാരി എടുത്ത് വീടിന്റെ മച്ചിന്റെ മേലെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടാനാണോ? അതുപോലെ ചെയ്യണം അവര് അതുപോലെ ചെയ്ത മലയാളീസിന്റെ ഈ ഒരു ഫ്രസ്ട്രേഷൻ തീരുമോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരും ചെലവിനും കൊടുക്കുന്നില്ല. ഈ പറയുന്ന ഞാനായാലും ചെലവിന് കൊടുക്കാൻ പോകുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു പെണ്ണ് തീരുമാനിക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയത്. ഭർത്താക്കന്മാർ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ പറയുക, അയ്യോ എൻ്റെ ഭർത്താക്കൾ മരിച്ചുകൊണ്ട് 24 മണിക്കൂർ കരഞ്ഞ് വീട്ടിനുള്ളിൽ ചുരുണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പം അവർക്കുള്ള ചെലവിന് ആരും കൊണ്ടേ കൊടുക്കും? അല്ല, ഇപ്പം കമന്റ് ഒക്കെ ഇടാം. സോഷ്യൽ മീഡിയ ആണ്. നമ്മളിപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ നെഗറ്റീവ് കമന്റ് ഉണ്ടാവും, പോസിറ്റീവ് കമന്റ് ഉണ്ടാവും, അഭിപ്രായങ്ങൾ പറയാം, ലൈക്ക് ഉണ്ടാവും, ഡിസ്ലൈക്ക് ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ രേണുസുധിയുടെ കമന്റ്സ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വ്യക്തിഹത്യ എന്നൊക്കെ പറയുമല്ലോ, ഫുൾ ബോഡി ഷേമിങ് ആണെങ്കിലും അല്ലേ. നമുക്കൊരു ആളുടെ അഭിനയം നന്നായിട്ടില്ലെങ്കിൽ ആ അഭിനയത്തെ നമുക്ക് എന്താ പറയുക വിമർശിക്കാം, അഭിനയം ബെറ്റർ ആക്കാറുണ്ട് സംതിങ്, അങ്ങനെ മാന്യമായുള്ള രീതികളിൽ. എന്നാൽ അതിൻ്റെ ഒക്കെ ഒരു എക്സ്ട്രീം ലെവല് ഇന്ന് പോയിട്ടുണ്ട്. അങ്ങേ അറ്റമാണ് ചെയ്യുന്നത്. ഒരു പെണ്ണിനെ താങ്ങാൻ പറ്റുന്ന അപ്പുറം കേട്ട് കഴിഞ്ഞു. ഒരു ആൽബത്തിൽ അഭിനയിച്ചതിന്റെ പേരിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അല്ലേ. അതിനേക്കാളും മോശമായിട്ട് എത്ര പേര് അഭിനയിച്ചിരിക്കുന്ന വീഡിയോസിലായാലും സിനിമയിലായാലും പൊതുവെയിലും. അവള് ഭർത്താവ് മരിച്ചിട്ടും അവള് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്ത്. അവൾക്ക് പൈസ വേണ്ട, ജീവിക്കാൻ പൈസ വേണം എന്ന് കരുതി അവൾ വേറെ ആളുടെ പോയിട്ടില്ല. അവൾ കുട്ടൂരെ ഉപേക്ഷിച്ചിട്ട് മറന്നിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. എന്തിനു എത്രമാത്രം ദ്രോഹിക്കേണ്ടത്? യാതൊരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ഇത്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ മെയിനായിട്ട് കാരണം, ഭർത്താവ് മരിച്ചൊരു വിധവയാണ്. ഈ ഒരു റീസൺ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മലയാളികളുടെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മലയാളികളുടെ ഒരു രീതിയുണ്ട്. അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമാണിത്. ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ഭർത്താവിൻ്റെ അനിയൻ്റെ കൂടെ ഓടിപ്പോയി, അല്ലാച്ച മക്കളുടെയും കുട്ടലിനെ ഉപേക്ഷിച്ചിട്ട് ഭാര്യ വേറെ കൊണ്ടോട്ട് ഓടിപ്പോയി. അങ്ങനത്തെയാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടന്നത്. അതുപോലെ രേണുസുധി ചെയ്തിട്ടില്ല. എന്തിന് ഇത്രമാത്രം വിമർശനം ലേഡിക്ക് കിട്ടുന്നുള്ളത് സത്യം. യൂട്യൂബ് തുറന്ന് അല്ലാച്ച ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ രേണുസുധിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചർച്ച. രേണുസുധിയാണ് എന്താണ് അവരെ കേസ് കൊടുക്കണം അങ്ങനെ സംതിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നത്. എനിക്ക് അവരോട് പറഞ്ഞത് എന്നാല്, എടാ ഈ ഫോണില് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരാളെ നമുക്ക് കണ്ടിട്ട് ആ ആളെ കാണാൻ ആഗ്രഹം ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടുക. പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതന്നെ സജസ്റ്റ് ചെയ്ത് വീണ്ടും വീണ്ടും വരുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വരിക, മനസ്സിലായോ? പിന്നെ രേണുസുധിയുടെ വീഡിയോ കണ്ടിട്ട് എത്ര പിള്ളേർ ഇവിടെ പഴിച്ചു പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, ഈ ഓൺലൈൻ ആംഗ്ലമാരെ ചേട്ടന്മാരെ കുറിച്ചിട്ടാണ്. വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരെ മാതിരി നാട്ടിലത്തെ പെണ്ണുങ്ങളും വേണമെന്ന് പറയുന്നത് ശരിയല്ല. സ്വന്തം വീട്ടിലിരിക്കുന്ന പെൺപിള്ളേർ ഇങ്ങനെ നടക്കണമെന്ന് പറയാനുള്ള റൈറ്റ്സ് പോലും ഈ കാലത്തില്ല. ആ ഒരു കാലത്ത് നിന്നിട്ട് പുറമേയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ നടക്കണം എന്ന് പറയാൻ ആർക്കാ റൈറ്റ്സ് ഉള്ളത്? ആർക്കും റൈറ്റ്സ് ഇല്ല. അഭിനയിക്കുന്ന അറിയാൻ അഭിനയിച്ചോട്ടെ, പെട്രോൾ പമ്പിൽ വർക്കിന് വേണ്ട അത് തെക്കോട്ടെ. ആരുടെയും എന്താ പറയുക വ്യക്തിപരമായിട്ട് അവൻ്റെ എന്താ പറയുക ഉള്ളിൽ കിടന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയും ആർക്കും അവകാശമില്ല. മനസ്സിലായില്ല? എല്ലാവർക്കും ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. എനിക്കിപ്പോൾ ആക്ടിംഗ് ആണ് ഇഷ്ടം. എനിക്ക് ആക്ടിംഗ് അറിയത്തില്ല, പക്ഷെ എനിക്ക് ആക്ടിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ജോലി ചെയ്യാം. നിങ്ങൾക്കത് കാണാം, കാണാതിരിക്കാം, ആ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. എനിക്ക് അഭിനയിക്കാം, അഭിനയിക്കാതിരിക്കാം. ഇപ്പം എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ഈ സിനിമ അല്ലാതെ വേറെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ പറയുക, അത് നിങ്ങളുടെ ഇഷ്ടമായി പോകില്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ് എങ്കിൽ ഞാനത് അഭിനയിക്കണം, കാരണം അത് എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്കത് ഇഷ്ടമല്ലാതെ വിചാരിച്ചിട്ട് എന്താ പറയുക ഞാനത് ചെയ്യാതിരിക്കരുത്. അവരെല്ലാവരും ജീവിക്കുന്ന അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു ചെറിയ വീഡിയോ ആക്കണത് എന്താണ് പറയുക, ഇതൊരു ആരും സപ്പോർട്ട് ചെയ്തിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്. പിന്നെ ഇത് രേണുസുധിക്ക് ഇന്ന് രേണുസുധി നാളെ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാവാം, പക്ഷെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഒരാളുടെ ശവമാണെന്ന് അറിഞ്ഞിട്ട് അതിൽ കുത്തി ഇരിക്കുമ്പോൾ അത് ഭയങ്കര ഇതാണ്, ഹേർട്ടായി പോകും. ഒരു ലേഡിയാണ്, ഒരു ആണാണെങ്കിലും അത് സഹിക്കണം. ഇപ്പൊ ഒരു ആണും തന്നെയാണ് നിങ്ങളിങ്ങനെ പറയില്ല. പിന്നെ ഇപ്പൊ കൊല്ലസുധിക്ക് എന്താണ് പറയാ, രേണുസുധിക്ക് ചോദിക്കാൻ പറഞ്ഞ ആളില്ല, അതിന് ഭർത്താവ് മരിച്ചു പോയി, നമുക്ക് എന്തും പറയാം എന്നുള്ള തോന്നൽ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല.
പിന്നെ എന്താ വെച്ചാല് മാർക്കറ്റ്, ഇപ്പം രേണുസുജി പറഞ്ഞ ഒരു ഓൺലൈൻ മാർക്കറ്റ് പോലെയാണ് ഈ ഒരു ഈ അടുത്തൊരാള് ഇപ്പൊ വന്നു കഴിഞ്ഞാല് എല്ലാവരും അവരെ പിറകായിരിക്കും. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞതൊന്നും എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ല. ഈ പറഞ്ഞതും ഈ എഴുതി പിടിപ്പിച്ചതുമായിട്ടുള്ള വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ അവരെ മനസ്സിൽ ഹേർട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കും. നമ്മളത് മറക്കും. കാരണം നമുക്ക് വേറെ ആൾക്കാർ കിട്ടിയാൽ നമ്മൾ അവരെ പിറകെ പോകും. ഇപ്പൊ അവരുടെ ജീവിതകാലം മൊത്തം അവരെ മനസ്സിൽ ഇതുണ്ടാവും. അത് നിങ്ങൾ എല്ലാവരും ഓർക്കണം. കുറ്റം പറയുന്ന ആൾക്കാർ ജീവിതകാലം മുഴുവൻ കുറ്റം മാത്രമേ പറയത്തുള്ളൂ അല്ലേ? അത് നെഗറ്റീവിൽ എടുക്കുന്നവർ നെഗറ്റീവിലും എടുക്കും, പോസിറ്റീവ് എടുക്കുന്നവർ പോസിറ്റീവിലും എടുക്കും. അപ്പം ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ജീവിച്ചോട്ടെ പാവങ്ങൾ, 2 കുട്ടികൾക്ക് ഉള്ളതല്ലേ. സ്വന്തം കാലത്ത് നിൽക്കട്ടെ. ഇന്നത്തെ കാലത്തൊക്കെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റത്തില്ല. സുധിച്ചേട്ടൻ വീടില്ല വേണ്ടിട്ട് എന്താണ് പറയുക, വേറെ ഏതോ ചാനലുകാർ വീട് കെട്ടിക്കൊടുത്തു, ആയിക്കോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവർ മാസം ഇത്ര പൈസ കൊടുക്കും എന്ന് പറഞ്ഞു, അതും അവരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ, നിങ്ങളും കൊടുത്തോളൂ. ആരും ഒന്നും ഇത് പറയുന്നില്ല. ഓക്കേടാ, സമയം കളയുന്നതല്ല. ഇവനൊക്കെ ഉള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവനൊക്കെ വിചാരം നമ്മൾ തന്നെ. രമ്യ ബാക്കിലിരുന്ന് മാസ് പറഞ്ഞ ചേച്ചിയെ കാണിക്കാവോ? അതെന്നെ സ്വന്തം ചേച്ചിയാണ്. അവളുടെ സ്വഭാവം അറിയത്തില്ല, എത്ര പിടിച്ചകത്തിട്ടാന്നറിയാം. തൊണ്ട പോയി. അയ്യോ എനിക്ക് വിശക്കത്ത്. ലൈവ് അത് നിന്റെ സ്വഭാവം, എൻ്റെ സ്വഭാവം. ഞാൻ ഒറ്റ തങ്കച്ചൻ ബീജിക്ക് ജനിച്ചവളാണ് ഞാൻ. പല തന്തയ്ക്ക് ജനിക്കുന്നത് പോസിബിൾ അല്ല മോനെ. അയ്യോടാ, നീ എന്നെ കൊല്ലാൻ വാടി, നീ ഓടി വാ, നീ എന്നെ കൊല്ലാൻ. ഞങ്ങളുടെ സുധിച്ചേട്ടാ പോടി അവിടുന്ന്, നീ എന്നെ ഓടി വാ, ഇപ്പം ചത്തു തരാം ഞാൻ. എൻ്റെ ഭർത്താവ്, ഞാൻ നിനക്ക് ചുറ്റിന് അടിയുടെ ഫോട്ടോ അയച്ച് തന്നാൽ പോരെ? ചെയ്യാട്ടോ. ഞാൻ ഈ ലൈവിൽ 2 വർത്താനം പറയട്ടെ കേട്ടോ. റീൽസ് നോക്കുമ്പോൾ എൻ്റെയാന്ന് പറഞ്ഞിട്ട് ഞാനല്ലോ ചെയ്യണത്. യൂട്യൂബ് ചാനൽ തുടങ്ങണം, അതിനകത്ത് ലൈവ് ആണ്. സുചേട്ടനെ പറ്റി ഇത്രയേ ഉള്ളൂ. സുചേട്ടൻ എൻ്റെ എല്ലാമായിരുന്നു, ജീവനായിരുന്നു, എല്ലാമായിരുന്നു. സുചേട്ടൻ ഇല്ലാത്ത ലൈഫ് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ തന്നെയാണ് എനിക്ക്. ഇവിടെ എവിടെയൊക്കെ ഉണ്ട് സുചേട്ടൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുചേട്ടൻ്റെ അപ്പിയറൻസ്, സുചേട്ടൻ്റെ സംസാരം, സുചേട്ടൻ എന്ന ഒരു നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രൂപം, ഇതെല്ലാം എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. സുചേട്ടൻ എൻ്റെ എല്ലാമാണ്. ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന ആളാണ്. സുചേട്ടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നെങ്കിലും ആ മണ്ണിലല്ല യഥാർത്ഥമായിട്ട് ഉണ്ടാവും. ഒരിക്കലും കളിയാക്കത്തില്ല, അത് നല്ലതാണ്. വണ്ണം ഉള്ളതും വണ്ണമില്ലാത്ത എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തരുടെ ശരീരമാണ്. ഓക്കെ, ഇതാ നാണം കെട്ടാൻ എൻ്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം മാറ്റവനെ. നീ പോടി ആര്യ, ഞാൻ റെഡി എന്നെ പോടി വിളിക്കാം. ആര്യ പോടി പോടി പോടി, നീ പോടാ കൂതറ തെണ്ടി. താങ്ക് യു. നീ ഓടി മറ്റവളെ, ഓടി ആ കുട്ടി വിളിക്കുന്നവളെ, ഓടി ഇങ്ങോട്ട് വന്നേ. ആണടി, ഗൈഡാണ് നിനക്ക് അവളുടെ വായിന്ന് കെട്ടിത്തരാം. നിന്റെ ചേച്ചിയാണോ നിനക്ക് ഗൈഡെന്ന്? മറ്റേ കോളനി നീ ഇങ്ങോട്ട് വന്ന് 2 വർത്തമാനം പറഞ്ഞു. നിന്റെ ചേച്ചിയാണോ നിനക്ക് ഗൈഡെന്ന്? അവക്കട്ടോ ഇത് അന്നാസുതി വാ പറ. നീ ഇങ്ങോട്ട് ഇവിടെ ഇരുന്ന് പറ. നീ ഇവിടെ ഇരിക്കും. എന്നത് എന്നാണ് നീ ഇവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അല്ല, നീ പാത്തിരിക്കുക. എനിക്ക് പാത്തിരിക്കേണ്ട കാര്യമില്ലടി. എനിക്ക് ഇതിനകത്തൊന്നും വലിയ പ്രത്യക്ഷപ്പെടാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് മാറും. സർക്കാർ കഴിഞ്ഞ വർഷം ഒരു പദം ഉപയോഗിക്കും ഇവിടെ വന്നിട്ടുണ്ട്. അത് കേസാണ്. അത് നിനക്കറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം ഐഡിയിൽ വന്ന് ഒരു പ്രാവശ്യമുള്ള കമന്റ് ഇട്. നീ ലക്ഷദ്വീപ് ഹായ് ലവ് യു. ഒരു ദിവസം എന്നെ അങ്ങോട്ട് വിളിക്കട്ടോ ലക്ഷദ്വീപിലേക്ക്. ഞാൻ വരും. ലക്ഷദ്വീപ് എന്ത് ഫംഗ്ഷൻ വന്നാലും എന്നെ വിളിക്കണം കേട്ടോ, ഞാൻ വരും. സുചേട്ടനെ പറ്റി പറയാൻ നിനക്കാണോ അർഹത? നിന്റെ പെണ്ണുപിള്ളക്ക് നിന്നെ പറ്റി പറയാൻ അർഹതയില്ലെന്ന് ഞാൻ പറയും. വിട്ടുപോടാ, ഓടും മറ്റവനെ. എടാ നീ ആരാടാ വിളിച്ച മറ്റവനെ? എന്റെ വീട്ടിൽ ചെന്ന് വിളിക്കണം മറ്റവനെ. ഇത് ലൈവ് പോവാ, നല്ല പറയുന്നുണ്ട്. നീ എന്നെ ചെന്ന് വാടി, നീ നിന്റെ കാര്യം
ചീപ്പ്. പിന്നെ പിന്നെ ലോകത്ത് കേൾക്കാൻ പിന്നെ കോളനി വാണങ്ങൾ തോറ്റു പോകും. നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിനക്കട്ടെ കുറെ നേരം നിനക്കിട്ട് നീ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിനക്കിട്ട് പണി തന്നിട്ടേ ഉള്ളൂ നാണത്തോടെ. ഇതെന്നതാ ഇത്? കട്ട് ചെയ്യാനത് വിട്ടുപൊക്കോ. ഞാൻ പറയാനുള്ള ഞാൻ പറയും. എന്നാ കട്ട് ചെയ്യേ? ഇതെന്നതാ ലൈവ് വന്നിട്ട് എന്നതാ ഇത്? ഈ കോളനി എന്നുള്ള പേര് നീ പിന്നെയും പിന്നെ ഉപയോഗിക്കുന്നിട്ട് നാണമുണ്ടോ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തെറി വിളി. ഇനിയിപ്പം ലൈവ് വന്ന് തെറി വിളിക്കാൻ തിരിച്ച് നല്ല പറയാന്ന് വെച്ച്. എൻ്റെ ലൈവ് എൻ്റെ ഇഷ്ടം. ചൂടാവരുതെന്നോ ഈ പറയുന്നതൊക്കെ കേട്ടിരിക്കാൻ. ഞാൻ ആരാ? മറ്റേ മദർ തെരേസ ഒന്നും അല്ലല്ലോ ഞാൻ. മദർ തെരേസയാണോ? ഞാനല്ലല്ലോ. അപ്പം അങ്ങ് കാര്യം നോക്കും. മോമോൻ്റെ കാര്യം നോക്കും കേട്ടോ. ചൂടാവരുതെന്നോ. ഞാനൊരു മനുഷ്യനാണ്. കേൾക്കുന്നതിന് പരിധിയുണ്ട്. ഓക്കെ. ഇവിടെ നീ കുറെ നേരമല്ല ചൂലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ നിന്റെ പ്രൊഫൈൽ ഇട്ടോണ്ട് വേണം. നീ ആരാടാ? നീ അല്ലേ എനിക്ക് കുറെ മെസ്സേജ് അയച്ച DM വന്ന് നിന്റെ മെസ്സേജ് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. ചൂലേന്ന് വിളിക്കുന്ന നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. നീ ചൂലേന്ന് തന്നെ. നീ അല്ലേ ചൂലേന്ന് വിളിക്കുന്നോ? നിന്റെ പ്രൊഫൈൽ നീ ഒരു പോലീസുകാരന്റെ പ്രൊഫൈലല്ലേ ഇട്ടേക്കുന്നത്? നിനക്ക് നാണം ഉണ്ടോടാ ആ പ്രൊഫൈൽ ഇട്ടിട്ട് വല്ല പെണ്ണുങ്ങളെ വന്ന് തെറി വിളിക്കാൻ? നീ എനിക്ക് കുറെ മെസ്സേജ് അയച്ചല്ലോ നമ്പർ തരാനൊക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ നമ്പർ തരാത്തതിന്റെ ഇതാണോ നീ ഇവിടെ വന്ന് കാണിക്കുന്നത്? ചൂല ആരവില്ല. നീ നിന്റെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഒന്ന് നോക്കാൻ മതി. നീ എന്നെ നീ ഓടിയെന്ന് വിളിക്കാൻ നിനക്ക് ഒരു അധികാരം ഞാൻ തന്നില്ല. അതുവരെ നീ നിന്റെ കാര്യം നോക്ക്. ഈ പോടാ സനീഷ് കൃഷ്ണനെ. കൃഷ്ണനാണോ കിഞ്ഞരനോ എന്ത് വേടാ നിന്റെ പേര്? സനീഷ്. തത്ത ഉണ്ട് എനിക്കറിയാം. താങ്ക് യു സോ മച്ച്. ആൽബം പൊളിച്ചു. താങ്ക് യു ഗോപിക. നീ ഓടി പൊടി 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 പൊടി. ഭക്ഷണം കഴിച്ചില്ല, കഴിക്കണം. ഇപ്പൊ തന്നെ വയറ് നിറയുക. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോണം. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചു നിന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ആരുടെ സോറി ചേച്ചി? നിൻ മുതുക്കൻ എന്നെ കയറി സോറിന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കുന്നു. നവാസിക്ക ഹായ്. ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നു. ഏതാ മുതുക്കൻ? നീ എന്നെ കയറി മുതുക്ക തെറി മുന്നേ വിളിച്ചു. പോടാ എന്റെ ലൈവ് വരാതെ. പോടാ പോടാ പോടാ. തീർന്നോ? വരുന്നില്ലല്ലോ. ഇല്ല കല്യാണം കഴിഞ്ഞില്ല. കല്യാണം ആകാറാകുന്നു. ഒരു മേബി ഒരു 5-8 വർഷം പിടിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. ഇപ്പൊ ഇല്ലടാ. ചിലപ്പം കല്യാണം കഴിക്കാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്.